മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ. നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം, അവനെ കൊല വിളിക്കണം എന്ന് ഞാൻ പറയണം. ഒന്ന് പടം കാണുക. ഞാൻ ഈ വലിയ ഒരു ആർട്ടിസ്റ്റുകളില്ലാത്തൊരു സിനിമയല്ല, കണ്ടില്ലേ? ഇന്ദ്രൻ സേനുണ്ട്, ഒരു മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ കുറേ ആൾക്കാർ ചെയ്തിരിക്കുന്ന. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം, സഹകരിക്കണം. വലിയ പടങ്ങൾ കാണുന്ന കൂടെ ഇതൊന്ന് കാണണം. അതെ ഓക്കെ. ബാക്കി എന്താണ് നേരത്തെ മോളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഏതാ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിനൊരു കഷ്ണം എടുത്തിട്ടൊക്കെ എന്താ കാണിച്ചു വിട്ടേ? നീയാണോ? അല്ലല്ല, ഞാനല്ലേ. നിന്നെ പോലെ താടിക്കാരനാണല്ലോ. ഓക്കെ, അതൊക്കെ കൊള്ളിയല്ലേ? അങ്ങനെയാ, അത് കൊള്ളിയല്ല. പരിപാടി കൊള്ളിയാലത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എന്തായാലും വാ പിഴച്ച് പോകുന്നതിലല്ല കിട്ടില്ല. എന്തായാലും നമ്മൾ അടിസ്ഥാനമായിട്ട് പറയുന്നതിന് നമ്മൾ വിമർശിക്കണം. അല്ലാതെ ഒരു അബദ്ധം എല്ലാവരും കണ്ടവരൊക്കെ നല്ല പടമെന്ന് പറയുന്നവരെ നിങ്ങളും കണ്ടവർ പറയുന്നുണ്ടല്ലോ നല്ല പടമെന്ന്. അപ്പം ഇതുപോലുള്ള നല്ല പടമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടല്ല അറിയുന്നത്. അപ്പം പടം ഇറങ്ങുമ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുക. നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയുക. അതേ ഉള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നേ പറയുള്ളൂ. എല്ലാവരും നമ്മളിപ്പോൾ ഒരു അടിസ്ഥാനമായിട്ട് ഒരു സംഭവം നടക്കുന്ന ഒരു ആനുകാലിക പ്രശ്നം എടുത്തിട്ടാണ് കളിച്ചേക്കുന്നത്. അതിനകത്ത് തെറ്റും കുറവും കുറ്റമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ പൈസ മുടക്കി, കണ്ടമാനം പൈസ മുടക്കി പിടിച്ച പടമൊന്നും അല്ല ഇത്. നമ്മളുടെ ആ പ്രൊഡ്യൂസറുടെ ഒരു പരിധി നിന്നുകൊണ്ട് പിടിച്ച ഒരു കുഞ്ഞു പടമാണ്. പ്രൊഡ്യൂസറുടെ മോളാണ് അതിനകത്ത് കാശ്മീര എന്ന് പറഞ്ഞ കുട്ടി, ബേബി, ആ കുട്ടി. പിന്നെ നമ്മുടെ മാമുക്കോയക്കയുടെ മോൻ നിസാറിനെയും ഇതിനകത്ത്, അൻസാറിനെ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. 2 പുതുമുഖങ്ങളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തി. ഒന്ന് ബേബി കാശ്മീര, പ്രൊഡ്യൂസറുടെ മോള് ഇവള്, പിന്നെ ഈ പറയുന്ന നിസാർ മാമുക്കോയ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരാളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സേട്ടൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അസാധ്യ ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. കൂടെ ഞാനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 ദിവസം ഓടുമായിരിക്കുന്നേ. അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ മുടക്കിയ പൈസയെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പറ്റുമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ നമുക്ക്. ഓ, മികച്ചൊരു കഥ പറയുന്ന മികച്ചൊരു ചിത്രമാണല്ലോ. എന്നിട്ട് കൂടി സ്ക്രീൻ ഭയങ്കര കുറവാണല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? സ്ക്രീനോ? തിയേറ്ററുകൾ വളരെ കുറവാണ്. അല്ല, മാർക്കോ എന്ന് പറയുന്ന പടം ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടിരിക്കുന്ന പടമല്ലേ. അപ്പോൾ ആ പടത്തിനെ കുറിച്ചല്ല ഞാനെന്താ പറഞ്ഞൊന്നും പറഞ്ഞ് വലിയ ഉണ്ടാക്കി. ആ കൊച്ചൊക്കെ നമ്മളെ ഏറ്റവും വലിയ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ കമ്പനിയുള്ള കൊച്ചാട്ടോ, ഏതോ ഉണ്ണി മൂന്നിനൊക്കെ ഒക്കെ എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയിട്ട് ആക്കി എടുത്ത് ചുമ്മാ എന്താണെന്നറിയാമോ, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങൾ എത്ര പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നതിനകത്ത് നിങ്ങളും ഇതുകൊണ്ട് ജീവിക്കുന്നില്ല അവനെ. നിങ്ങളും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് ജീവിക്കാനാണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടാക്കരുത്. നമ്മൾ അത് മനഃപൂർവ്വം പറയുന്ന ഒരു ഡയലോഗ് ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറണം, അവനെ കൊല വിളിക്കണം എന്ന് ഞാൻ പറയണം. അങ്ങനെ പറയുന്നവരെ ഞങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഒരു നിസാര കേസൊക്കെ പറഞ്ഞ് അതൊക്കെ കൊള്ളിയാത്ത ജോലി. ആ പോട്ടെ, ആക്കിയാൽ ആ കൊച്ചിനോട് ഞാൻ ക്ഷമിച്ചു, ആ കൊച്ചെന്നോട് ക്ഷമിച്ചു കാണും ചിലപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയും. ഓക്കെ.